ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പെറ്റ്സ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ഇൻക്യുബേറ്ററിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ ചിലവിൽ ആണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം, ആരും സ്കിപ്പ് ചെയ്യരുത്. വീഡിയോയിൽ നമ്മൾ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നല്ലതുപോലെ വിവരിക്കുന്നുണ്ട്. അതുപോലെ അത് ഹാച്ചിങ് നമുക്ക് എങ്ങനെ ആയാലാണ് അതിൻ്റെ നല്ല റിസൾട്ട് ലഭിക്കുക എന്നതിനെ കുറിച്ചുണ്ട് വിവരിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇൻക്യുബേറ്ററൊക്കെ സെറ്റ് ചെയ്ത് ഹാച്ചിങ് നല്ലതുപോലെ സക്സസ്ഫുൾ ആയതിനു ശേഷം ആണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യുക, നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിതുപോലെയുള്ള ഒരു ബോക്സ് സെറ്റ് ചെയ്യാം. അപ്പോൾ ബോക്സിൻ്റെ 4 ഭാഗം ഉണ്ടാവും മേൽഭാഗത്തായിട്ടുള്ളത്. അതിൻ്റെ 3 ഭാഗം കട്ട് ചെയ്തെടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഡോർ സെറ്റ് ചെയ്യാൻ കഴിയും. ഇതുപോലെ ഇപ്പോൾ ഒരു ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുത്ത പീസ് കൂടി ഇതിൽ ടാപ്പ് അടിച്ച് സെറ്റ് ചെയ്താൽ കറക്റ്റ് ഡോറായി. പിന്നെ അതിൻ്റെ നമ്മളെല്ലാ ഭാഗവും തെർമോക്കോൾ സെറ്റ് ചെയ്ത് റെഡിയാക്കണം. അപ്പോൾ ഞാനതിന് 1 ഇഞ്ച് കനമുള്ള തെർമോക്കോളാണ് ഞാനിതിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തെർമോക്കോൾ സെറ്റ് ചെയ്യണം. 1 ഇഞ്ച് കനം ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് ബോക്സിൽ എല്ലാ ഭാഗവും ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഭാഗവും ഫില്ല് ചെയ്ത് ബോക്സ് റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഫിറ്റിങ്സുകൾ നോക്കാം. നമുക്ക് വീട്ടിലുള്ളവർക്ക് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഇതിൽ 40 വാട്ട്സിൻ്റെ 2 ബൾബ്, അതുപോലെ 2 ഫാന്, പിന്നെ 2 ഹോൾഡർ, പിന്നെ ഒരു അഡാപ്റ്ററും. ഇത്രയുമാണ് നമുക്കിതിലേക്ക് വേണ്ടത്. പിന്നെ ഒരു ഇതും കൂടിയുണ്ട്. ഇതിലോട്ട് മെയിനായിട്ട് വേണ്ട ഒരു സാധനം കൂടിയാണ് ഇത്. അത് തെർമോസ്റ്റാറ്റാണ്. ഇതാണ് തെർമോസ്റ്റാറ്റ്. അതിൻ്റെ സെൻസർ അടക്കമാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഹോൾഡറുകളൊക്കെ സെറ്റ് ചെയ്യുന്നതിലേക്ക് പോകാം. ഹോൾഡർ ഇതുപോലെ വയറൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാം. 2 വയർ കഴിയുന്നതും കോഡ് വയറുള്ള സൈസുള്ള വയർ എടുക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടിലും ഓർഡറിൽ സെറ്റ് ചെയ്യാം വയർ. പിന്നെ ഓർഡറിൽ സെറ്റ് ചെയ്ത് വയർ കുറച്ച് നീളത്തിലിടാൻ നോക്കണം. കാരണം എന്താ, അതിന് ഇൻക്യുബേറ്ററിൽ നമുക്ക് ഓർഡറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് മനസ്സിലാവും എന്തിനാണെന്നുള്ളത്. അപ്പോൾ 2 ഓർഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ 4 വയറാണ് ഉണ്ടാകുക. ഈ 4 വയറും കൂടി നമ്മൾ ഈ 2 വയർ ജോയിൻ്റ് അടിച്ച് വെക്കണം. അത് ഇൻക്യുബേറ്ററിൻ്റെ തെർമോസ്റ്റാറ്റ് കൂടി സെറ്റ് ചെയ്യുമ്പോൾ അത് സംഗതി എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഈ 4 വയറിൽ 2 മൈനസും 2 പ്ലസും കൂടി ജോയിൻ്റ് അടിച്ചിടണം. അതായത് ബ്ലാക്കുള്ള വയർ മൈനസും മറ്റേത് പ്ലസ്സുമാണ്. ഇതുപോലെ കളർ കോഡുള്ള വയർ കയ്യിൽ നിന്ന് സെറ്റ് ചെയ്യാൻ എടുക്കാൻ നോക്കുക. പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. വയറുകൾ ഇതുപോലെ കൂട്ടിപ്പിരിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഓർഡർ സെറ്റ് ചെയ്ത്
നമുക്ക് തെർമോസ്റ്റാറ്റിലായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. പിന്നെ കളർ കോഡ് ഉണ്ടായ കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. നമ്മളിതുപോലെ റെഡിയാക്കി വെച്ചു. നമ്മൾ നേരെ ഓർഡർ ഇതിൽ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ബോക്സിൻ്റെ ഉള്ളിൽ ഓർഡർ എങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ബോക്സിൻ്റെ നീളം കൂടിയ 2 ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫാന് നേരെ അതിന് ഓപ്പോസിറ്റ് ഭാഗമായിട്ട് നമ്മൾ ഫാനും സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ഓർഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അപ്പോൾ നമ്മൾ അതിന് ഓർഡറിന് നേരെ ഓപ്പോസിറ്റായിട്ട് 2 ഫാനും സെറ്റ് ചെയ്തു. പിന്നെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ചരട് വെച്ച് കെട്ടിയിരിക്കുകയാണ് ബാക്കിൽ. നമ്മൾ കുറഞ്ഞ ചിലവ് വളരെ ചുരുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നിട്ടുള്ളത്. അപ്പോൾ ഓർഡറും ഫാനൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യണം. തെർമോസ്റ്റാറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ബോക്സിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫാനിൻ്റെ വയറും ഹോൾഡറിൻ്റെ വയറൊക്കെ നേരെ തെർമോസ്റ്റാറ്റിൻ്റെ അടുത്തോട്ട് വരണം. അപ്പോൾ തെർമോസ്റ്റാറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. ഒരു തെർമോക്കോളിൻ്റെ മേലെ വെച്ചിട്ടാണ് നമ്മൾ തെർമോസ്റ്റാറ്റ് സെല്ലോ ടേപ്പ് അടിച്ച് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ തെർമോസ്റ്റാറ്റൊക്കെ സെറ്റ് ചെയ്ത് ബോക്സൊക്കെ നല്ലപോലെ സെറ്റാക്കി ടേപ്പൊക്കെ അടിച്ച് നല്ല റെഡിയാക്കി. ഇനി നമ്മൾ തെർമോസ്റ്റാറ്റിൽ നമ്മളെ ഹോൾഡറിൻ്റെ വയറും ഫാനിൻ്റെ വയറൊക്കെ എങ്ങനെ, അഡാപ്റ്ററിൻ്റെ വയർ, സെൻസർ, ഇതൊക്കെ എങ്ങനെ കൊടുക്കുന്നത് എന്ന് കൂടി നോക്കാം. ഇതിൽ തെർമോസ്റ്റാറ്റിൽ 4 ഹോളാണ് ഉണ്ടാവുക. K0, K1 പ്ലസ് 12V CND, അങ്ങനെ 4. അതിൽ ഫസ്റ്റത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഹോൾഡറിൻ്റെ ഒരു വയർ അതിൽ കൊടുക്കുക K0ൽ. K1ൽ മെയിൻ സപ്ലൈയിൽ നിന്ന് വരുന്ന ഒരു വയറും കൊടുക്കുക. അപ്പോൾ മെയിൻ സപ്ലൈയിൽ നിന്ന് വരുന്ന ന്യൂട്രൽ ബാലൻസ് ആവും. ആ ബാലൻസ് വരുന്ന വയർ നമ്മൾ ഹോൾഡറിൻ്റെ വയറിൽ ഒരു വയർ ബാലൻസ് ഉണ്ടാവില്ലേ, അതിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഭാഗം റെഡിയാവും. പിന്നെ ഉള്ളത് പ്ലസ് 12V എന്ന് പറഞ്ഞ ഭാഗമാണ്. അതും അതിനങ്ങേപ്പുറത്തുള്ളൂ. അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, അഡാപ്റ്ററിൻ്റെ ഒരു വയറും ഫാനിൻ്റെ ഒരു വയറും കൂടി അതിൽ ഒരു ഭാഗത്ത് ഒരു ഹോളിൽ ലിങ്ക് ചെയ്യുക. അതിൻ്റെ അങ്ങേപ്പുറത്തുള്ള ഹോളിൽ അഡാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു വയറും കൂടി ഫാനിൻ്റെ ഒരു വയറും ചേർത്ത് അതിൽ കൊടുത്താൽ ആ ഭാഗം ക്ലിയർ ആവും. നമുക്ക് സ്വിച്ച് ഇട്ട് നോക്കാം. അപ്പോൾ ഓക്കെയാണ്. ഇനി നമുക്ക് തെർമോസ്റ്റാറ്റിൻ്റെ കട്ട് ഓഫ് എങ്ങനെ നോക്കാം. 37.5 കട്ട് ഓഫ് ആവണം. അതിലിപ്പോൾ 37.345 കട്ട് ഓഫായി. ഇനി അത് നേരെ തിരിച്ച് 37 വരുമ്പോൾ ലൈറ്റ് ഓണാവും. പിന്നെ നമ്മൾ ഇൻക്യുബേറ്ററിൻ്റെ താഴ്ഭാഗത്ത് നമ്മളിതുപോലെ 2 ചെറിയ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലതാണ് കൊടുക്കുന്നത്. നമുക്ക് ആ ഹോൾസ് കൊണ്ട് നല്ല റിസൾട്ടാണ് ലഭിച്ചിട്ടുള്ളത്. പിന്നെ തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിങ്സിനെ കുറിച്ചുള്ളൊരു വീഡിയോ നമ്മളിതിൻ്റെ കൂടെ തന്നെ ഇടുന്നതാണ്. അതിൻ്റെ എല്ലാ വിവരങ്ങളും കറക്റ്റ് ഡീറ്റെയിൽസോട് കൂടിയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇൻക്യുബേറ്ററിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി ഇതിലോട്ട് കോഴിമുട്ട ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇപ്രാവശ്യം ഇതിൽ ലൈവ് ഹാച്ചിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോഴിമുട്ട ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒരു 21 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടി തുടങ്ങും. ഒരു 90% നല്ല റിസൾട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലൈവ് ഹാച്ചിങ്ങിലോട്ട് പോകാം.
അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതുപോലെ ഇനി തെർമോസ്റ്റാറ്റിനെ കുറിച്ചുള്ള നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ഒക്കെ ചെയ്യുക. പിന്നെ നമ്മളൊക്കെ സെയിലിനായ കോഴികളൊക്കെ ഉണ്ട്. ഡേ ഓൾഡുകളും 2 മാസം പ്രായമായതും അല്ലാത്തതൊക്കെ ആയിട്ട് കോഴികൾ ഒരുപാടുണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ നമ്മളെ നമ്പർ ഇതിലുണ്ടാവും, നമ്മളെ വിളിക്കുക. അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എത്തിച്ചു തരാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.